അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6-ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷത്തെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത്, ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഔസത്ത്, ഷെയ്ബാൻ, അൻബാർ, നെഹ്റുവാൻ, ബസുറ, മുവത്വ. അപ്പോൾ ഏതാണ് ഈ ഒന്നാമത്തതിനോട് യോജിച്ചത്? ബസുറ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബസുറ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹുവിൻ്റെ ഗോത്രം ഏതാണ്? ഷെയ്ബാൻ ഗോത്രമാണ്. അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രി കൊണ്ട് ഹിഫ്ളാക്കിയ കിതാബ് ഔസത്ത്. നാലാമത്തത്, ഇമാം മാലിക് റഹിമഹുല്ലാഹുവിൻ്റെ ഹദീസു സമാഹാരം ഏതാണ്? മുവത്വ. ഇനി അഞ്ചാമത്തത്, ഇമാം അബു ഹനീഫത്തൽ കൂഫി റഹിമഹുല്ലാഹുവിൻ്റെ ജനന സ്ഥലം എവിടെയാണ്? അൻബാർ. അവസാനത്തെ ചോദ്യമാണ്, അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്ത സ്ഥലം നെഹ്റുവാൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ശരിയായതിന് ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത്, ഒരു ജൂത പ്രമാണി ആരാണ്? നഹവന്ത്, ഹെൽവാൻ, മുറഹബ്. മുറഹബാണ് ശരിയായ ഉത്തരം. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. തൂസ്, ഹിമാർ, ഖുദാർ. ഏതാണ്? ഹിമാർ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ബിഇറു റൂമ കിണർ, പുഴ, തോട്. അപ്പോൾ ബിഇറു റൂമ എന്ന് പറഞ്ഞത് ഒരു കിണറാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയ അബൂ ലുഅ്ലുഅത്ത് യഹൂദി, മജൂസി, മുഅ്തസിലി. ആരാണ്? മജൂസിയാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, ഹിജ്റ 15 നടന്ന യുദ്ധം സ്വിഫീൻ, ജമൽ, ഖാദിസിയ. ഏതാണ്? ഖാദിസിയ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, പേരെഴുതാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേര് എഴുതാനാണ്. ഒന്നാമത്തത്, ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം ആരാണ്? ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റഹിമഹുല്ലാ. രണ്ടാമത്തത്, ഉസൂലുൽ ഫിഖ്ഹിൽ ആദ്യമായി കിതാബ് രചിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. 3, മദ്ഹബിൻ്റെ ഇമാമുകളിൽ വസ്ത്ര വ്യാപാരി ആയിരുന്നവർ ആരായിരുന്നു? മദ്ഹബിൻ്റെ ഇമാമുകളിൽ വസ്ത്ര വ്യാപാരി ആയിരുന്നവർ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. നാലാമത്തത്, ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ച ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, 4 ഖലീഫമാരിൽ സ്വാഭാവിക മരണം വരിച്ചവർ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, രാത്രിയെ 3ആയി ഭാഗിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ആ ഭാഗങ്ങളെ എന്തിന് നീക്കിവെച്ചു? ഇൽമിനും ഉറക്കിനും നിസ്കാരത്തിനും. രണ്ടാമത്തെ ചോദ്യം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഫത്വ നൽകാൻ തുടങ്ങിയത് എന്തിൻ്റെ ശേഷമാണ്? ഉത്തരം, 70 പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി അനുവാദവും അംഗീകാരവും നൽകിയതിന് ശേഷം. മൂന്നാമത്തെ ചോദ്യം,
ഖവാരിജുകളുടെ വാദം എന്തായിരുന്നു? ഉത്തരം: അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയെങ്കിലും മധ്യസ്ഥരാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. ഒന്നുകൂടെ നോക്കാം. അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയെങ്കിലും മധ്യസ്ഥരാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. 4. ഖത്താബിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം: താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ഇനി 5-ാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. 1-ാമത്തെ ചോദ്യം: ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തവർ ആരെല്ലാമായിരുന്നു? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ്. 2-ാമത്തത്: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. 1. ജുമഅയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കിയത്. പോലീസ് സേന രൂപീകരിച്ചത്. മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത്. ഖുർആന്റെ പല കോപ്പികൾ തയ്യാറാക്കിയത്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. 3-ാമത്തത്: ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പരിഷ്കരണങ്ങൾ. 1. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു. ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. 4. കള്ള പ്രവാചകന്മാർ. 1. മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്ത് ബിനു ഖുവൈലിദുൽ അസദി, സജാഹ്. ഇനി 6-ാമത്തെ പ്രവർത്തനം ഭരണകാലം എഴുതാം. വർഷം, മാസം. 1. ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം. 2-ാമത്തത് അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും. ഇനി അടുത്തത് 7-ാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഡേഷ് സഹനവുമാണ്. ക്ഷമയും സഹനവുമാണ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. 2-ാമത്തത്: ഖുറൈശിലെ ഡേഷ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. ഖുറൈശിലെ ബനു തൈമാണ്. അപ്പോൾ ബനു തൈമാണ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. 3-ാമത്തത്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും നൽകി. 4-ാമത്തെ ചോദ്യം: അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാഇന് എടുത്ത വുളൂ കൊണ്ട് ഡാഷ് വർഷം സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ട്. 40 വർഷം. 40 എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. 5-ാമത്തത്: അലി റളിയല്ലാഹു അൻഹു ഹിജ്റ ഡാഷിൽ 4-ാം ഖലീഫയായി അധികാരമേറ്റു. അപ്പോൾ 35 എന്നാണ്. 35-ൽ 4-ാം ഖലീഫയായി അധികാരമേറ്റു എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.